നാരായണിക്ക് ഗുളിക കൊടുത്തിട്ടാ. മറന്നേ പോയി എന്റെ ഈശ്വര. ഏഴ് തരം ഗുളിക കൊടുക്കണം. ഇതാകെ 2 തരം ഇല്ലും. മാണിക്കണെങ്കില് എന്റെ പൈസ ഇല്ലല്ലോ നാരായണി. എന്താ ഇപ്പൊ ചെയ്യാ? ആ ഗോപാലിന്റെ മോനോടൊന്ന് ചോദിച്ചോക്കാം. കഴിഞ്ഞ മാസത്തെ 500 റുപ്യ കൊടുക്കാനുണ്ട്. എന്നാലും ഒന്ന് ചോദിച്ചോക്കാം. നാരായണിക്ക് തീരെ വയ്യ. ഗുളികയെല്ലാം തീർന്നു. വാങ്ങാനാണെങ്കിൽ എന്റെ പൈസയും ഇല്ല. കഴിഞ്ഞ മാസം നിന്നോട് 500 റുപ്യ ഞാൻ വാങ്ങിന്. 18 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്. കിട്ടിയ ഉടനെ 2 പൈസ ഒന്നിച്ച് ഞാൻ തരാം. ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാൻ വേണ്ടി ഇടുന്ന കട്ടി വെച്ചിട്ടുണ്ടാ? എപ്പം കിട്ടുന്ന പെൻഷൻ വിചാരിച്ചിട്ട്. നാരായണി, ആ ഗോപാലിന്റെ അടുത്ത് പോയിട്ട് പൈസ കിട്ടിയിട്ടാ. ഇനിയിപ്പം വരുന്ന പോയിക്ക് ആ കൃഷ്ണൻ എന്ന വീടിന് പണിക്ക് വിളിച്ചിട്ട് 100-300 റുപ്യ തരും. പകുതി ഗുളികെങ്കിലും മണിക്കാലാ. എന്നാ നാരായണി, ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നാരായണത്തേക്ക് അങ്ങനെ ടൊഞ്ഞം പോട്ടാ. തീരെ വയ്യ. ഗുളികയെല്ലാം തീർന്ന്. ഗുളിക വാങ്ങിക്കാൻ എന്റെ പൈസ വേണ്ടേ? സർക്കാർ ആശുപത്രി കിട്ടൂല ഗുളിക. നല്ല കാര്യം. എന്റെ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക തന്നെ ആടിയില്ല. മാസമായി ഞാൻ അതിനു വേണ്ടി നടക്കുന്നു. എന്നിട്ട് വേണ്ട എവളെ ഗുളിക? നീ വന്നത് നന്നായി. ഞാൻ ഗുളിക വാങ്ങിക്കാൻ വേണ്ടിട്ട് പൈസക്ക് പോകുകയായിരുന്നു. നീ ഒന്ന് നാരായണന്റെ അടുത്ത് നിക്കണം, ഞാൻ വരുന്നവരെ. കുഞ്ഞമ്പോട്ട നാരായിട്ട് കൊണ്ടുന്നില്ല. നാരായണി, കുഞ്ഞമ്പോട്ടാ, നമ്മളില്ലേ നിങ്ങളെ കൂടെ? എന്റെ നല്ല കാലം കതറിട്ട നിങ്ങളെ വിശ്വസിച്ച് ഞാൻ നിന്നു. ഇറങ്ങി പോയിക്കോ എന്റെ കൺമുന്നിൽ നിന്നു. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ഞാൻ എന്റെ പഴയ കാലം ഓർത്തുപോയി. അമ്മായി മരിച്ചിട്ട് 10-12 കൊല്ലായില്ലേ? ഇനി അതും ഓർത്തിരുന്നാ മരിച്ചവര് തിരിച്ചു വരുമോ? അന്ന് മരുന്ന് പണിക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നാരായണി ഇന്നും ജീവിച്ചിരുന്നേനെ. അമ്മാമ്മ, അതാരോ 2 ആള് വരുന്നുണ്ട്. നമ്മളെ ക്ലബ്ബില് കുറിയൊക്കെ ഉണ്ട്. ഒന്നില് നിങ്ങളെ ചേർക്കട്ടാ? ഇപ്പൊ വേണ്ടപ്പാ. ചേച്ചി, ഒരു 500 റുപ്യ അല്ലേ ഒരു ചിട്ടിക്ക് നിങ്ങളെ ചേർത്തൂടെ? ഒന്ന് വിചാരിക്കണ്ട, ഇപ്പൊ ആവാത്തോണ്ടാണ്. മക്കളെ ഒന്ന് നിന്നേ. എത്ര പൈസ മാസത്തിൽ വെക്കേണ്ടത്? 500. എന്നാ ഒരു നറുക്കിന് എന്നെ ചേർത്തേ. ഒരു പണിയില്ലാതെ ഏറിട്ട് കൂടി വെക്കല്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ. എന്റെ നാരായണി മരിച്ചേ പിന്നെ എന്റെ എല്ലാ കാര്യവും നോക്കുന്നത് എന്റെ മരുവളാണ്. പിന്നെ എനക്ക് ജീവിക്കാൻ 1500 ധാരാളം. ഞങ്ങളെ വയസ്സന്മാരെ സംരക്ഷിക്കാൻ ഒരു പാർട്ടിയും അതിന്റെ കീഴിൽ ഒരു സർക്കാരും ഉണ്ടോപ്പം നമ്മൾ എന്തിന്റെ പേടിക്കുന്നു? മാത്രമല്ല നമ്മുടെ കേരളം ഇന്ത്യയിലെ നമ്പർ 1 ആണ്. മാവേലി മുമ്പ് കേരളം പറ്റുന്ന ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഒരു കുടിക്ക് അമ്മാവനോട് ചേർക്കാൻ നമുക്ക്.